നിങ്ങൾ എന്തിനാ പിന്നെ പരാതി കൊടുത്തത്? അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് അവർ വാങ്ങിയ പൈസ വേണ്ടിയായിരുന്നു. ഇത്ര പറഞ്ഞ സ്ഥിതിക്കൊന്ന് ഇടപെടുകയാണ് ശ്രീ പത്മനാഭൻ. ഇത് കോൺഗ്രസ് ഒരു രഹസ്യമാക്കി വെക്കുന്നില്ല. കോൺഗ്രസ് ആണ് ഈ വിഷയം ഉന്നയിച്ചതെന്നുള്ള കാര്യം സത്യമാണ്. അജയ് മാക്കനടക്കം രാഹുൽ ഗാന്ധി അടക്കം ഈ വിഷയം ഉന്നയിച്ചിട്ടുള്ളതാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കേജ്രിവാളിലേക്ക് അറസ്റ്റ് എത്തുമ്പോഴാണ്, ഇപ്പോൾ ആ നടപടിയിലേക്ക് എത്തുമ്പോഴാണ് ഇതിൽ നിങ്ങളുടെ ഗൂഢ ലക്ഷ്യമുണ്ട് എന്നുള്ള വാദം ഉയരുന്നത്. അപ്പോഴാണ് പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഐക്യപ്പെടുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് കേജ്രിവാളിനെതിരെ ഇതുവരെ തെളിവില്ല. നിങ്ങൾ കണ്ടോളൂ, ഇതാണ് ആ രേഖ, എന്റെ കയ്യിലുള്ള രേഖ. നിങ്ങൾ മാപ്പ് സാക്ഷികളാക്കിയ ആളുകൾ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് കോടികൾ നൽകുകയാണ്, BJPയുടെ സ്ഥാനാർത്ഥിയാവുകയാണ്, TDPയുടെ സ്ഥാനാർത്ഥിയാവുകയാണ്. ഈ വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത്. 4 പേരുടെ മൊഴി. ഇവരൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ കേജ്രിവാളിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർ പിന്നീട് ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം മാപ്പ് സാക്ഷിയായി മൊഴി മാറ്റി പറഞ്ഞ ശേഷം ഇലക്ട്രൽ ബോണ്ട് വഴി പണം BJPക്ക് നൽകുന്നു. അവർ ക്ലീൻ ആകുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ സമീപനം എടുക്കുന്നവർക്ക് ഇവിടെ സുഗമമായി സ്വതന്ത്രമായി ജീവിക്കാം, അല്ലാത്തവർക്ക് അഴി. ഇതാണോ ഇന്ന് മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഭ്രഷ്ടാചാർ ഹട്ടാവോ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭ്രഷ്ടാചാർ മാത്രമാണോ ഒഴിവാക്കുന്നത്? നിങ്ങളിലേക്ക് എത്തുന്നവർ, NDAയിലേക്ക് എത്തുന്നവർ എങ്ങനെയാണ് പിന്നീട് അഴിമതി ഇല്ലാത്തവരായി കറ കളഞ്ഞവരായി മാറുന്നത്? ആരൊക്കെ ആർക്കൊക്കെ എത്രയൊക്കെ പൈസ കൊടുത്തു ഇലക്ട്രൽ ബോണ്ട് വഴി എന്നുള്ള ഒരു കടലാസും പുറത്തു വന്നിട്ടില്ല. ഊഹാപോഹങ്ങളാണ്. ആരൊക്കെ ആർക്കൊക്കെ എത്ര കൊടുത്തു എന്ന് സുപ്രീം കോടതിയുടെ സമർപ്പിച്ചത് പുറത്തു വന്നിട്ടില്ല. വന്നിട്ടില്ല. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഈ കാര്യത്തിൽ ഞാൻ തീരുമാനിച്ചാൽ മതി. ദയവ് ചെയ്ത് ഇടപെടരുത്. നിങ്ങൾ 4-5 പേര് പ്രസംഗിച്ചപ്പോൾ ഞാൻ മിണ്ടാതിരുന്നതാണ്. അതല്ല അലമ്പാക്കാനാണെങ്കിൽ ഞാനും റെഡിയാണ്. അണ്ണൻ കരുതുന്ന പോലെ ഞാൻ അത്ര പാവോറിയും. ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറ. ആരൊക്കെ എന്ന് അത് പുറത്തു വന്നിട്ടില്ല. ഇന്നെന്ന ആൾക്കാർ ഇത്ര രൂപ കൊടുത്തു, ഇന്നെന്ന പാർട്ടിക്ക് ഇത്ര രൂപ കിട്ടി, ഇതാണ് പുറത്തു വന്നത്. കോൺഗ്രസിന് 1600 കിട്ടി, തൃണമൂലിന് 1400, BJDക്ക് 1400 കിട്ടി, മറ്റവർക്ക് 1200 കിട്ടി. ഈ 1200 ആരുടെ പൈസയാണ് എന്ന് വന്നിട്ടില്ല. ഇത് പുറത്തു വിട്ടിട്ടില്ല സുപ്രീം കോടതി ഇന്ന് വരെ. പുറത്തു വിടാത്ത ഇവിടെ ഇരുന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇന്ന ആള് തന്നു, മറ്റവർക്ക് ഇന്ന ആള് കൊടുത്തു എന്ന്. ഇത് വന്നിട്ട് നമുക്ക് സംസാരിക്കാം. പുറത്തു വന്ന കമ്പനികളുടെ പേര്, ഇതിലൊന്നും ഇതൊക്കെ എവിടെ നിന്നാണ്? ദൈവമേ, തീർന്നു. 5 കോടിയും പിന്നീട് 50 കോടിയും 55 കോടി. ചുമ്മാ ഇരുന്ന് പറയുന്നോ? അല്ല, ആരാ ബഹളം ഉണ്ടാക്കുന്നത്? സ്മൃതി ചോദിച്ചോ? അത് മറ്റേ ആരാ ബഹളം ഉണ്ടാക്കുന്നത്? അയാൾ മിണ്ടാതിരിക്കാൻ പറയും. അല്ല, അയാൾ സംസാരിക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കും. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ബഹളം ഉണ്ടാക്കും. അതോ അലമ്പിൽ നിൽക്കരുത്. എന്താണ് മക്കളെ, അച്ഛനോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ല. സ്മൃതി ചോദിച്ചോ? ശരി ശ്രീ പത്മനാഭൻ, അതാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ ചോദിച്ചു എന്ന് പറയുമ്പോൾ പ്രതിപക്ഷത്തിന് അതിനെ ഖണ്ഡിക്കാനുള്ള വിവരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരത് ചോദിക്കും. അപ്പോൾ അതിനൊന്ന് മറുപടി പറഞ്ഞാൽ മതി. വെറുതെ ബഹളമാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് വ്യക്തതയല്ലേ വേണ്ടത്? നിങ്ങളുടെ കയ്യിൽ ഫുൾ പ്രൂഫ് തെളിവുകൾ ഉണ്ടെങ്കിൽ അതങ്ങ് പറയും. അസഹിഷ്ണുത കാണിക്കാതെ. അല്ല സ്മൃതി, അല്ല നിങ്ങൾ ബഹളം ഉണ്ടാക്കല്ലേടോ. എന്തൊരു കഷ്ടാണിത്. പിന്നെ നിങ്ങൾ നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്തൊരു മര്യാദ അത്. ഇത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സുപ്രീം കോടതിയുടെ മേശയുടെ ഉള്ളിൽ കിടക്കുകയാണ് ആരുടെ പൈസ ആർക്ക് പോയി എന്നുള്ള കണക്ക്. അത് പുറത്തു വിട്ടിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതോ? അതൊന്നും എനിക്കറിയാൻ മേല. ദയവ് ചെയ്ത് അതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകൾ നമ്മുടെ മുന്നിലില്ലേ? ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അത് സുപ്രീം കോടതിയിലാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലല്ല. ഇത് സുപ്രീം കോടതിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ആൻഡ് സുപ്രീം കോർട്ട്. ഇത് സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് തമ്മിലുള്ള വിഷയം. നിങ്ങൾ മിണ്ടല്ല, ഞാൻ പറയട്ടെ. അല്ല പിന്നെ നിൽക്കട്ടെ. ഇനി ഞാൻ പറയാം. ഇവിടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്ന് പറയുന്നു.
BJP മാത്രമാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയത്. അങ്ങനെയല്ല. ഈ ഇലക്ട്രൽ ബോണ്ട് അങ്ങനെയല്ല. ഇത്രയും വൃത്തികെട്ട അങ്ങനെയല്ല. സംഭവമാണെങ്കിൽ ഒന്ന് ഇടപെടട്ടെ. നിൽക്കട്ടെ, ഒന്ന് ഇടപെടട്ടെ. അല്ല, 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 ശ്രീ അല്ല, അത് പത്മനാഭൻ. ചോദിച്ചേ പറ്റൂ. അല്ല, പാർലമെന്റിൽ അല്ല, അത് പാസാക്കിയ നിങ്ങൾ നിയമമാണല്ലോ. ഇടപെടരുത്. സ്ഥിരം സമ്മതിക്കുന്നു. ഇടപെടരുത്. ഇതൊരു സ്ഥിരം പരിപാടിയാക്കല്ല. അല്ലല്ല. അല്ലല്ല, എനിക്ക് പറയണം. ഇലക്ട്രൽ ബോണ്ട് ഇല്ല. പാർലമെന്റിൽ പാസാക്കിയ നിയമം അനുസരിച്ച് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും CPM ഒഴിച്ച് അല്ല പറയട്ടെ. അറിയുന്ന വസ്തുക്കൾ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്നെ സംസാരിക്കാൻ സമ്മതിക്കണം. ഈ ഇടിവെട്ട് സൂണിന് അവർക്കറിയില്ല. മനസ്സിലായി? എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന്. 5 ആള് പറഞ്ഞ ശേഷം ഞാൻ പറയുന്നത്. ഇവിടെ നിഷ്പക്ഷൻ എന്ന് പറഞ്ഞ പ്രശാന്ത് പത്മനാഭൻ വരെ രാഷ്ട്രീയ പ്രസംഗം നടത്തിയതാണ്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. എല്ലാവർക്കും രാഷ്ട്രീയം പറയാം. ഇത്ര മോശപ്പെട്ട നിങ്ങളുടെ രാഷ്ട്രീയം മാത്രം പോരല്ലോ. ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് വിരോധമില്ല. പക്ഷെ എനിക്ക് മറുപടി തരാൻ അവസരം തരണം. പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം ആവർത്തിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കുറെ നേരം ഇടപെടുന്നത് 5ാമത്തെ ഇടപെടല. ഇത് ശരിയല്ല. 5ാമത്തെ ഇടപെടല. ഞാൻ പറയട്ടെ. അത് ശരിയല്ല. ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടപെട്ട കാര്യം നടക്കൂല. ഞാൻ പറയട്ടെ, ഇത് ഇത്ര മോശമാണെങ്കിൽ കോൺഗ്രസ്സുകാരെന്തിനാ വാങ്ങി? ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾക്ക് 300 MP, ഞങ്ങൾക്ക് 6000 കോടി, 50 MP ഉള്ള കോൺഗ്രസിന് എങ്ങനെ 1600 കിട്ടി? ഇത് എവിടുത്തെ ന്യായം? അപ്പൊ കോൺഗ്രസ്സുകാർ വാങ്ങിയത് നല്ല പൈസ, ഞങ്ങൾ വാങ്ങിയ ചീത്ത പൈസയാ. ഒറ്റ സംസ്ഥാനത്ത് മാത്രം പ്രാതിനിധ്യമുള്ള BJD വാങ്ങിയിരിക്കുന്നു 1400 കോടി. ഒറ്റ സംസ്ഥാനത്ത് പ്രാതിനിധ്യമുള്ള BRS വാങ്ങിയിരിക്കുന്നു 1200 കോടി. ഇനി സാന്റിയാഗോ മാർട്ടിന്റെ പൈസ വാങ്ങിയെന്ന് നിങ്ങൾ പറയുന്ന ആൾക്കാർ, എനിക്ക് അറിഞ്ഞൂടെ? ഈ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യ. സുപ്രീം കോടതി പുറത്തു വിട്ടിട്ടില്ല. സാന്റിയാഗോ മാർട്ടിന്റെ പൈസ വാങ്ങിയത് തൃണമൂൽ കോൺഗ്രസും DMK ആണ്. എനിക്ക് അറിഞ്ഞുകൂടാ. ആ DMKന്റെ അടുത്ത് നല്ല 25 കോടി VPP മുസ്തഫയുടെ പാർട്ടി വാങ്ങിയത്. അതേതാ പൈസ? 25 കോടി നിങ്ങൾ വാങ്ങിയില്ലേ DMKന്റെ അടുത്ത്? ഞാൻ പറയുന്നു അത് സാന്റിയാഗോ മാർട്ടിൻ കൊടുത്ത പൈസന്റെ ഓഹരിയെന്ന്. നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഇലക്ട്രൽ ബോണ്ട്, if it was a very very bad thing, why did you people buy? എന്തിനു വാങ്ങി നിങ്ങൾ? ശരി, താങ്കളുടെ പോയിന്റ് വ്യക്തമാക്കിയെന്ന് തോന്നുന്നു. ശ്രീ പത്മനാഭൻ, അതിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്നിട്ട് ഇനി പറയൂ. നിങ്ങൾ പറഞ്ഞതുപോലെ പാർലമെന്റിൽ പാസാക്കിയ നിയമമനുസരിച്ച് CPM ഒഴിച്ചുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് എവിടെയാണ് വ്യത്യാസം വരുന്നത്? ഈ റെയ്ഡുകൾ നടന്ന, അഴിമതി നടത്തിയെന്ന് കരുതുന്ന സ്ഥാപനങ്ങളിൽ റെയ്ഡുകൾ നടത്തി, ചില റെയ്ഡുകളിലെങ്കിലും നടപടിയുണ്ടായി. അതിനുശേഷം അവർ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയാണ്. അത് 5ാമത്തെ ദിവസമാകാം, 3ാമത്തെ ദിവസമാകാം. പിന്നീട് അവർക്കെതിരെ ഒരു നടപടിയുമില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ മാപ്പുസാക്ഷിയായ ആളുകളുടെ കാര്യത്തിലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് നൽകൂ, ഞങ്ങൾക്ക് പണം നൽകൂ, നിങ്ങൾ രക്ഷപ്പെടൂ. ഇതാണ് മന്ത്രം. ഈ മന്ത്രം മറ്റേ രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധ്യമല്ലല്ലോ. താങ്കൾ ഈ പറഞ്ഞതുപോലെ ഭരണത്തിലിരിക്കുന്ന ചെറിയ പാർട്ടികളാകട്ടെ, ഭരണത്തിലിരിക്കുന്ന എല്ലാ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ചിരിക്കുന്നു. താങ്കൾ പറയുന്നത് തൃണമൂലിന് കിട്ടിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ കിട്ടിയിട്ടുണ്ട്, DMKക്ക് കിട്ടിയിട്ടുണ്ട്. കണക്ക് ശരിയാണ്. താങ്കൾ പറഞ്ഞ കണക്ക് ശരിയാണ്. ഇത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ രക്ഷപ്പെടുത്തുന്ന വഴി അത് BJP മാത്രമാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഇനി പറയൂ. മറുപടി പറഞ്ഞോട്ടെ, ഒന്നും മിണ്ടാണ്ടിരിക്കണം. ശരത് റെഡ്ഡിന്റെ അടുത്തുനിന്ന് നിങ്ങൾ പറയുന്നത് അയാൾക്കെതിരെ ED റെയ്ഡ് നടന്നതിന് ശേഷം ഞങ്ങൾ പൈസ വാങ്ങിയെന്നല്ലേ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. അത് വ്യാജ വാർത്തയാണ്. സുപ്രീം കോടതിയുടെ കണക്ക് പുറത്തു വരുമ്പോ നിങ്ങൾക്ക് വായ അടക്കേണ്ടി വരും. സുപ്രീം കോടതി ഇന്നല്ലെങ്കിൽ നാളെ ഈ പറഞ്ഞ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ മിണ്ടല്ലോ. ജയിലിൽ കിടക്കുന്ന അരവിന്ദ് കേജ്രിവാളിന്റെ ആള് ശരി, വിനോദ് മാത്യു താങ്കളിലേക്ക് വരാം. നേതാവ് ജയിലിൽ കിടക്കുന്ന നേതാവാണ്. വിനോദ് മാത്യു അതാണ്. വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. വിനോദ് മാത്യു പ്ലീസ്. നിന്റെ ഇതൊക്കെയുള്ള വർത്താനം മാന്യമായി സംസാരിക്കണം. നിന്റെ നിങ്ങളുടെ വീട്ടിൽ അല്ല നിന്റെ എന്ന പ്രയോഗം നടത്തിയോ ശ്രീ പത്മനാഭൻ? അല്ല ശ്രീ പത്മനാഭൻ, നിന്റെ എന്ന പ്രയോഗം ശ്രീ പത്മനാഭൻ ഞാൻ കേട്ടില്ല.
ഇല്ല, ഒരു മിനിറ്റ് നിന്റെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ ചോദിക്കും. ഒരു മിനിറ്റ് പറഞ്ഞാ മതി. വിനോദ് ഒരു മിനിറ്റ്. എന്നെ വിനോദ് ഒരു മിനിറ്റ് ഞാൻ ചോദിക്കുന്നു. വിനോദ് ചോദിക്കുന്നു ഞാൻ. വിനോദ് പ്ലീസ് ഒന്ന് സഹകരിക്കൂ. ശ്രീ പത്മനാഭൻ, നിന്റെ എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചോ? ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. നിങ്ങൾക്ക് അയാളെ നിയന്ത്രിക്കാൻ അല്ലല്ല, പറ്റില്ല. നിന്റെ എന്ന വാക്ക് താങ്കൾ ഉപയോഗിച്ചോ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ലേ? ഇല്ലാന്ന് മുഖത്ത് നോക്കി കള്ളം പറയുന്നു ആ പന്നെ. നിന്റെ എന്ന വാക്ക് ഉപയോഗിച്ചോ? അതിലൊരു തെറ്റുമില്ല. നിന്റെ എന്ന വാക്ക് ഉപയോഗിച്ചോ ശ്രീ പത്മനാഭൻ? നിന്റെ ഉപയോഗിച്ചു. ഞാനത് പറഞ്ഞിട്ടുണ്ട്. നിന്റെ വാക്കിന്റെ ഉപയോഗിച്ചു. നേതാവ് കള്ളനാണ്. നിന്റെ എന്ന് പറയാൻ എങ്ങനെ പറ്റിയ ഒരു ചർച്ചയിൽ താങ്കൾ എന്ത് പ്രയോഗമാണ് നടത്തുന്നത്? മര്യാദയില്ലേ? താങ്കളെ നീ എന്ന് വിളിച്ച താങ്കൾ സഹിക്കുമോ? താങ്കളെ നീ എന്ന് വിളിച്ച താങ്കൾ സഹിക്കുമോ? ഞങ്ങളെ നരാധമെന്ന് വിളിച്ചില്ലേ? നരാധമന്മാർന്ന് വിളിച്ചില്ലേ? അതൊക്കെ നിങ്ങൾ തിരിച്ചു പലതും വിളിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ തിരിച്ചു വിളിക്കുന്നുണ്ട്. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പരസ്പര ബഹുമാനം വേണം. ശ്രീ പത്മനാഭൻ, ശ്രീ പത്മനാഭൻ, ഒരു മിനിറ്റ് വിനോദ്, ഞാൻ സംസാരിക്കുന്നു. വിനോദ് ഞാൻ സംസാരിക്കുന്നു. വിനോദ് ഞാൻ സംസാരിക്കുന്നു. വിനോദ് ഞാൻ സംസാരിക്കുന്നു. വിനോദ് പ്ലീസ്. നരാധമന്മാർന്ന് വിളിച്ചില്ലേ? നരാധമന്മാർ എന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ വിളിച്ചെങ്കിൽ നിങ്ങൾ തിരിച്ചും പലതും വിളിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് ശ്രീ പത്മനാഭൻ, ഈ ചർച്ചയിൽ നീ എന്ന പ്രയോഗം പറ്റില്ല. നിങ്ങൾ എന്ന് വിളിക്കാം, അത് മര്യാദ വേണം. മര്യാദ വേണം ഈ ചർച്ചയിൽ എല്ലാവർക്കും. നരാധമെന്നും പാടില്ല. നരാധമൻ പാടില്ല എന്നൊന്നും പറ്റില്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? ഇതൊക്കെ രാഷ്ട്രീയ ചർച്ചയിൽ നിങ്ങൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുന്നുണ്ട്. നരാധമൻ എന്ന് മാത്രമല്ല, നിങ്ങൾ തിരിച്ചും അങ്ങോട്ട് പലതും വിളിക്കാറുണ്ട്. ഒരു മിനിറ്റ്, ഈ ചർച്ചയിൽ താങ്കളെ അങ്ങനെ വിളിച്ചോ? താങ്കളെ വ്യക്തിപരമായി വിളിച്ചോ? താങ്കളെ വ്യക്തിപരമായി വിളിച്ചോ? താങ്കളെ വ്യക്തിപരമായി വിളിച്ചോ? താങ്കളെ നരാധമൻ എന്ന് വിളിച്ചോ? താങ്കളെ വിളിച്ചോ? ശ്രീ പത്മനാഭൻ, ശ്രീ പത്മനാഭൻ, ഭരണത്തിന്റെ ഹുങ്ക് ചർച്ചയിൽ കാണിക്കരുത്. ഭരണത്തിന്റെ ഹുങ്ക് ചർച്ചയിൽ കാണിക്കരുത്. ഞാൻ ഇടവേളയിലേക്ക് പോകുന്നു. അത് ജനാധിപത്യ മര്യാദയല്ല. ജനാധിപത്യ മര്യാദ താങ്കൾക്കില്ല.